ഓക്കെ, ബോർഡ് കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, യെസ്. ടെൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളെ ഇതിൽ നിന്ന് ചോദിക്കുള്ളൂ. എന്നാലും കുറെ ആളുകൾക്ക് ഇപ്പൊ നമ്മുടെ എല്ലാവരും ഇംഗ്ലീഷുകാരാണ്, ടെൻസിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാലും പി എസ് സി സാധാരണ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ പരിചയം ഉണ്ടായിക്കോണമെന്നില്ല. അപ്പൊ ഏതായാലും നമ്മൾ ഇപ്പൊ അറിയാത്ത ആളുകൾ എന്ന രൂപത്തിലാണ് ഞാൻ ക്ലാസ് എടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അതില് ചെറിയൊരു ഡിസ്കഷൻ നടത്തി അതിലുള്ള നോക്ക് ആൻഡ് കോർണർ ഒക്കെ ടച്ച് ചെയ്തിട്ട് പറയുന്ന സമയത്ത് അതിൽ നിന്ന് എന്ത് ചോദിച്ചാലും നമുക്ക് കിട്ടുന്ന രൂപത്തിൽ ചെയ്യണം. ഓക്കെ, നമുക്ക് അറിയുന്നതും അറിയാത്തതും ഒരുപോലെ നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു നിങ്ങളോട് സിലബസ് മുഴുവനായിട്ട് കവർ ചെയ്യുക, ഒരു റിവിഷനും നടത്തുക, അതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പൊ അതിലൊരു ഫസ്റ്റ് ടെൻസ് ആണ്. ടെൻസ് നമുക്കറിയാം, പിന്നെ 3 മെയിൻ ആയിട്ടുള്ളത്. പ്രസന്റ് ഉണ്ട്, പിന്നെ രണ്ടാമത്തത് പാസ്റ്റ് ആണ്, മൂന്നാമത്തത് ഫ്യൂച്ചർ ആണ്. അല്ലെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, ഈ 3 ടെൻസുകളാണ് ഉള്ളത്. ഞാൻ സ്പീഡ് ഓവർ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം, സ്പീഡ് കുറവാണെങ്കിലും നിങ്ങൾ പറയണം കേട്ടോ. ഓക്കെ, നിങ്ങൾ ആ പറയുന്നത് പോലെ പോവാം. ഓക്കെ, പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ഉണ്ട്. അതില് ഈ എല്ലാത്തിനും പ്രസന്റിനാണെങ്കിലും പാസ്റ്റിനാണെങ്കിലും ഫ്യൂച്ചറിനാണെങ്കിലും നമുക്ക് സിമ്പിൾ കൊടുക്കാം. ഇപ്പൊ സിമ്പിൾ കൊടുക്കാം, സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, അല്ലെ? പിന്നെ വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. പിന്നെ അടുത്തതാണ് കണ്ടിന്യൂസ് കൊടുക്കാം. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ഉണ്ടാവും, പാസ്റ്റ് കണ്ടിന്യൂസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉണ്ടാവും. പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഞാൻ എഴുതേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ പറയണം കേട്ടോ, റെസ്പോണ്ട് ചെയ്യണേ. ഞാൻ എഴുതേണ്ട ആവശ്യമുണ്ടോ? വേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ പ്രസന്റിന്റെ കേസിൽ നമ്മൾ സിമ്പിൾ പറഞ്ഞ സമയത്ത് സിമ്പിൾ പ്രസന്റ് ഉണ്ട്, സിമ്പിൾ പാസ്റ്റ് ഉണ്ട്, സിമ്പിൾ ഫ്യൂച്ചർ ഉണ്ട്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് പറയുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ഉണ്ട്, പാസ്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉണ്ട്. ഈ 3 നമുക്കറിയാം. ഇനി അടുത്തതാണ് പെർഫെക്റ്റ്. പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റിലും 3 ഉണ്ട്. പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, അല്ലെ? പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. സ്പീഡ് കൂടുന്നെങ്കിലും പറയണേ. പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. അപ്പൊ ഈ 3 കിട്ടും. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞത് ആദ്യം സിമ്പിൾ പ്രസന്റ് പറഞ്ഞു, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. രണ്ടാമത്തത് പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. മൂന്നാമത്തത് പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഇനി നാലാമത്തത് ഒന്നുകൂടി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇത്രയും നമുക്ക് ടെൻസുകൾ മൊത്തമായിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഗ്രാമറിൽ ഈ ഒരു സംഭവം പഠിക്കാതെ നമുക്ക് ഗ്രാമർ ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഈ ടെൻസ് പഠിക്കാതെ നമുക്ക് ഗ്രാമറിൽ ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഏതായാലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടെൻസ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. കണ്ടിന്യൂസ് ആകുമ്പോൾ പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. പെർഫെക്റ്റ് ആകുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു കള്ളി വേണം. ഈ കള്ളിയിൽ നിങ്ങൾ ബ്ലാങ്ക് ഇടാൻ പാടില്ല. നിങ്ങൾക്ക് ടൈം കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട്, ടൈം കൺസ്യൂം ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ബ്ലാങ്ക് ഇട്ടത്. അപ്പൊ എല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്. ഈ ഒരു കള്ളി ആദ്യം നമ്മുടെ മനസ്സിൽ വേണം. ഓക്കെ, എല്ലാവരും മനസ്സിലും അതുണ്ട് എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞു എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ തുറന്ന് പറയാട്ടോ. ചിലപ്പോൾ ഗ്രാമർ കൂടുതലായിട്ട് ഇതിനേക്കാൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിലൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. കുറച്ചും കൂടി സ്ലോ ആക്കണമെങ്കിൽ അങ്ങനെയും പറയാം, എന്തും പറയാം. നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഓരോ ടെൻസിലേക്കും ഒന്ന് പിന്നെ ഇറങ്ങി നോക്കാം ഡീപ്പായിട്ട്. യെസ്, ഓരോ ടെൻസിലേക്കും നമ്മൾ പോവാണ്. ആദ്യമായിട്ട് സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ഒരു ടെൻസ് ആണ് നമ്മൾ ആദ്യമായിട്ട് കൈകാര്യം ചെയ്യുന്നത്.
ഓക്കെ, സിമ്പിൾ പ്രസന്റിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം. അതിന്റെ വെർബിന്റെ ഒന്നാമത്തെ രൂപം ഉപയോഗിക്കുന്നു സിമ്പിൾ പ്രസന്റിൽ. രണ്ടാമത്തത് വെർബിന്റെ ഒന്നാമത്തെ രൂപത്തിന് കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ഉപയോഗിക്കുന്നു. ഓക്കെ, വെർബിന്റെ ഒന്നാമത്തെ രൂപം ഉപയോഗിക്കാം. വെർബിന്റെ ഒന്നാമത്തെ രൂപത്തിന്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ഉപയോഗിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഈ രണ്ട് വെർബുകൾ മാത്രമേ നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിന്റെ സഹായക ക്രിയ ഡു അല്ലെങ്കിൽ ഡസ് ആണ്. ഓക്കെ, ഇതിൽ ഉപയോഗിക്കുന്ന ഹെൽപ്പിംഗ് വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞാൽ ഡു അല്ലെങ്കിൽ ഡസ് ആണ്. ഇതിന്റെ കൂടെ ഉപയോഗിക്കുന്ന വെർബ് V1 തന്നെയാണ്. ഓക്കെ, ഡു ഓർ ഡസ് ആണ് ഇതിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബുകൾ. അതിന്റെ കൂടെ ഉപയോഗിക്കുന്ന വെർബ് ഏതാണ്? വെർബിന്റെ ഒന്നാമത്തെ രൂപമാണ്. ഓക്കെ, V1 അല്ലെങ്കിൽ വെർബിന്റെ ഒന്നാമത്തെ രൂപത്തിന്റെ കൂടെ എസ്ഒ അല്ലെങ്കിൽ ഇ എസ്ഒ ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി നോക്കാം. വെർബിന്റെ ഒന്നാമത്തെ രൂപത്തിന്റെ കൂടെ എസ്ഒ അല്ലെങ്കിൽ ഇ എസ്ഒ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? V1ന്റെ കൂടെ എസ്ഒ ഇ എസ്ഒ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? പിന്നെ സബ്ജക്റ്റിലേക്ക് നോക്കണം. സബ്ജക്റ്റ് ഐ, യു, ദേ, വി. അയ്യോ ദേവി എന്നൊക്കെ പറയാം. അയ്യോ ദേവി. അല്ലെങ്കിൽ സിംഗുലർ സബ്ജക്റ്റ്, ഇതല്ലാത്ത സിംഗുലർ സബ്ജക്റ്റ്. ഓക്കെ, ഐ, യു, ദേ, വി ആണെങ്കിൽ നമ്മൾ വെർബിന്റെ ഒന്നാമത്തെ രൂപം മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഐ, യു, ദേ, വി സബ്ജക്റ്റ് ആയി വരുമ്പോൾ വെർബിന്റെ ഒന്നാമത്തെ രൂപം മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഇതല്ലാത്ത സിംഗുലർ സബ്ജക്റ്റ് വന്നാൽ മാത്രം, ഇതല്ലാത്ത സിംഗുലർ സബ്ജക്റ്റ് വന്നാൽ മാത്രമാണ് നമ്മൾ വെർബിന്റെ ഒന്നാമത്തെ രൂപത്തിന്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കുന്നത്. മനസ്സിലാക്കണേ. അയ്യോ ദേവി അല്ലാത്ത സിംഗുലർ സബ്ജക്റ്റ് വന്നാൽ വെർബിന്റെ കൂടെ എസ്ഒ ഇ എസ്ഒ ചേർക്കുന്നു. അതിന് എക്സാമ്പിൾ, ഐ ഗോ ടു സ്കൂൾ ഡെയിലി. ഐ ഗോ ടു സ്കൂൾ ഡെയിലി. അവിടെ ഗോ എന്നുള്ള വെർബ് ഉണ്ട്, അത് വെർബിന്റെ ഒന്നാമത്തെ രൂപമാണ്. എന്നാൽ അവിടെ ഹി എന്നാണെങ്കിൽ ഹി ഗോസ് ടു സ്കൂൾ ഡെയിലി എന്നാണ് പറയാം. ഹി ഗോസ് ടു സ്കൂൾ ഡെയിലി. അവിടെ ഹി എന്നുള്ള സബ്ജക്റ്റ് ആണ്. ഹി എന്നുള്ളത് ഐ, യു, ദേ, വിയിൽ പെട്ടതല്ല. അതിൽ പെടാത്ത സിംഗുലർ സബ്ജക്റ്റ് ആണ് ഹി എന്ന് പറയുന്നത്. അപ്പൊ അത് വെർബിന്റെ കൂടെ എസ് ചേർത്തു, വെർബിന്റെ കൂടെ ഇ എസ് ചേർത്തു, ഇ എസ് ചേർത്തു. ഗോ എന്നുള്ള വെർബിന്റെ കൂടെ ഇ എസ് ചേർത്തു. ഓക്കെ, അപ്പം യെസ്, അപ്പൊ വെർബിന്റെ കൂടെ ഇ എസ് ചേർത്തു. അപ്പൊ മനസ്സിലാക്കേണ്ടത് ഐ, യു, ദേ, വി അല്ലാത്ത സിംഗുലർ സബ്ജക്റ്റ് വരികയാണെങ്കിൽ മാത്രം വെർബിന്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കുക. അതാണ് പിന്നെ മറ്റൊരു കാര്യം. ഓക്കെ, നോക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ ഒന്നും കൂടി കാണാം. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ചോദിക്കുന്നില്ല. പിന്നെ ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞതില് ഓക്സിലറി വെർബുകൾ. ഓക്സിലറി വെർബുകൾ രണ്ടെണ്ണാണ് ഇതിലുള്ളത്. ഡു അല്ലെങ്കിൽ ഡസ് ആണ്. രണ്ട് വന്നാലും വെർബിന്റെ ഒന്നാമത്തെ രൂപമാണ് ചേർക്കുന്നത് എന്ന് പറഞ്ഞു. എപ്പോഴാണ് നമ്മൾ ഡു ഓർ ഡസ് എടുത്തെഴുതുന്നത്? ഓക്കെ, ഓക്സിലറി വെർബ് നമ്മൾ പിരിച്ചെഴുതുന്നത് എപ്പോഴാണ് നോക്കണം. ഒരു ക്വസ്റ്റ്യൻ ആക്കുന്ന സമയത്ത്, ഒരു ക്വസ്റ്റ്യൻ ആക്കുന്ന സമയത്തും നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമാണ്, നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഓക്സിലറി വെർബിനെ പിരിച്ചെഴുതുന്നത്. അപ്പൊ ഉദാഹരണത്തിന് ഷീ ഗോസ് ടു സ്കൂൾ എവറി ഡേ എന്ന് പറയാം. ഷീ ഗോസ് ടു സ്കൂൾ എവറി ഡേ എന്നുള്ളതിൽ ഷീ എന്നുള്ളത് എന്താണ്? ഷീ എന്നുള്ളത് സബ്ജക്റ്റ് ആണ്, സബ്ജക്റ്റ് ആണ്. ഗോസ് എന്നുള്ളത് വെർബിന്റെ കൂടെ ഇ എസ് ചേർക്കും, അല്ലെ? എന്നാൽ ഇതിന്റെ അർത്ഥം എന്താണ്? അവൾ സ്ഥിരമായി സ്കൂളിലേക്ക് പോവാറുണ്ട്, അവൾ സ്ഥിരമായി സ്കൂളിലേക്ക് പോവാറുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇവിടെ ഒരു ചോദ്യം ഉണ്ടാക്കുകയാണ് നമ്മള്. അവൾ സ്ഥിരമായി സ്കൂളിലേക്ക് പോവാറുണ്ടോ?
അവൾ സ്ഥിരമായി സ്കൂളിലേക്ക് പോവാറുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഗോസ് എന്നുള്ളതിന് നേരെ ഗോസ് ഷീ ഗോ ടു സ്കൂൾ എന്ന് പറയാൻ പറ്റൂല. അപ്പൊ അവിടെ തിരിച്ചു എഴുതണം. ഗോസ് എന്ന് പറഞ്ഞാൽ വെർബ് പ്ലസ് es ആണ്. വെർബ് എന്താണ്? ഗോ എന്നാണ്. ഓക്കെ. പിന്നെ അതിന്റെ കൂടെ നമ്മൾ എന്താണ് ചേർത്തത്? ഡസ് ആണ് ചേർത്തത്. അപ്പോഴാണ് നമ്മൾ ഗോസ് എന്നുള്ള വാക്ക് കിട്ടിയത്. ഗോ എന്നുള്ള വെർബിന്റെ കൂടെ ഡസ് ചേർത്തപ്പോൾ ഗോസ്. അതായത് ഗോ വെർബിന്റെ കൂടെ നമ്മൾ ഡസ് ചേർക്കുമ്പോൾ ഡസ് ഒരുമിച്ച് എഴുതുന്നില്ല, es അല്ലെങ്കിൽ എസ് ആണ് എഴുതുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഏത് വെർബിന്റെ കൂടെയും എസ്ഒ ഇഎസ്ഒ ഉണ്ടെങ്കിൽ അതിൽ ഡസ് ഉണ്ട് എന്നാണ് അർത്ഥം. ഏതൊരു വെർബിന്റെയും കൂടെ എസ്ഒ ഇഎസ്ഒ ഉണ്ടെങ്കിൽ അതിൽ ഡസ് ഉണ്ട് എന്നാണ് അർത്ഥം. മനസ്സിലാവുന്നുണ്ട് എന്ന് കരുതാണ്. ഏതൊരു വെർബിന്റെയും കൂടെ എസ്ഒ ഇഎസ്ഒ ഉണ്ടെങ്കിൽ അതിൽ ഡസ് ഉണ്ട് എന്നാണ് അർത്ഥം. ഇനി മറ്റൊരു കാര്യം, വെർബ് വൺ എന്ന് പറഞ്ഞാൽ അതിൽ എപ്പോഴും എന്തുണ്ടാവും? ഡു ഉണ്ടാവും. വെർബ് വൺ എന്ന് പറഞ്ഞാൽ അതിൽ എപ്പോഴും ഡു ഉണ്ടാവും. ഉദാഹരണത്തിന് വി റീഡ് ബുക്സ് ഡെയിലി. വി റീഡ് ബുക്സ് ഡെയിലി എന്ന് പറയാണ്. അതിൽ സബ്ജക്റ്റ് വി എന്നുള്ളത് സബ്ജക്റ്റ് ആണ്. റീഡ് എന്നുള്ളത് വെർബിന്റെ ഒന്നാമത്തെ രൂപമാണ്. വി റീഡ് ബുക്സ് ഡെയിലി എന്ന് പറയുമ്പോ വെർബിന്റെ ഒന്നാമത്തെ രൂപമാണ് റീഡ്. അതിന് 3 രൂപങ്ങളും റീഡ്, റെഡ് എന്നാണ്. റീഡ്, റെഡ് എന്നാണ്. V1, V2, V3. ഓക്കെ, V1, V2, V3. നമുക്ക് ഇത് എങ്ങനെയാണ് ഇത് V1 ആണ് എന്നുള്ളത് മനസ്സിലാവുന്നത്? V2 ഉപയോഗിക്കുമ്പോൾ അതിൽ V2 ഉപയോഗിക്കുകയാണെങ്കിൽ പാസ്റ്റിനെ കുറിക്കുന്ന എന്തെങ്കിലും ഒന്നുണ്ടാവും V2 ആണെങ്കിൽ. ഇനി V3 ആണെങ്കിൽ അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു ഓക്സിലറി വെർബും ഉണ്ടാവും. ഉദാഹരണത്തിന് ഹാവ്, അല്ലെങ്കിൽ ഹാസ്, അല്ലെങ്കിൽ ഹാഡ്, അല്ലെങ്കിൽ ഈസ്, ആർ, ആം, വാസ്, എന്തെങ്കിലും ഒരു ഓക്സിലറി V3 ഉണ്ടാവും. അപ്പൊ വെർബിന്റെ ഇത് ഒന്നാമത്തെ രൂപമാണെന്ന് കിട്ടി. ഓക്കെ, വെർബിന്റെ ഒന്നാമത്തെ രൂപമാണ്. ഇനി അയാൾ ചോദിക്കുകയാണ്, ഇതിപ്പോ വി റീഡ് ബുക്സ് ഡെയിലി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഞങ്ങൾ സ്ഥിരമായി പുസ്തകം വായിക്കാറുണ്ട് എന്നാണ്. ഞങ്ങൾ സ്ഥിരമായി പുസ്തകം വായിക്കാറുണ്ട്. അപ്പൊ അതൊരു ചോദ്യമാക്കാണ്. ഞങ്ങൾ സ്ഥിരമായി പുസ്തകം വായിക്കാറുണ്ടോ? ഞങ്ങൾ സ്ഥിരമായി പുസ്തകം വായിക്കാറുണ്ടോ? എങ്ങനെയാണ് ചോദ്യമാക്കുക? അപ്പൊ ഈ റീഡിനെ പിരിച്ചു എഴുതണം. ഇത് V1 ആണ്. V1 എന്ന് പറഞ്ഞാൽ ഡു പ്ലസ് V1 എന്ന് പിരിച്ചെഴുതണം. ഓക്കെ, അപ്പൊ റീഡിനെ പിരിച്ചെഴുതിയാൽ ഡു പ്ലസ് റീഡ് എന്ന് പിരിച്ചെഴുതാം. അപ്പൊ ഇതിലുള്ള ഓക്സിലറി വെർബ് ഡു ആണ്. അതിനെ ആദ്യം കൊണ്ടുവരണം. ഡു വി റീഡ് ബുക്സ് ഡെയിലി എന്നാവും. ഒരു ചോദ്യചിഹ്നം കൊടുക്കാം. ഡു വി റീഡ് ബുക്സ് ഡെയിലി. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളാക്കാൻ നമ്മൾ ഓക്സിലറി വെർബിനെ തിരിച്ചെഴുതണം. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് വെർബിന് ഈ വെർബിന്റെ ഒന്നാമത്തെ രൂപമാണെങ്കിൽ അതിൽ ഡു എന്നുള്ള വെർബാണ്, ഓക്സിലറി വെർബാണ് ഉണ്ടാവുക. വെർബിന്റെ ഒന്നാമത്തെ രൂപത്തിന്റെ കൂടെ ഒരു എസ്ഒ ഇഎസ്ഒ ഉണ്ടെങ്കിൽ അതിൽ ഡസ് എന്നുള്ള ഓക്സിലറി വെർബാണ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെ പിന്നെ വെർബിനെ നമുക്ക് പിരിച്ചെഴുതേണ്ടി വരും. ഒരു ചോദ്യം ഉണ്ടാക്കുമ്പോഴും ഒരു പിന്നെ അതുപോലെ നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കുമ്പോഴും. അത് ഞാൻ ഉദാഹരണം പറയാം. ഇതിപ്പോ ചോദ്യം ഉണ്ടാക്കുന്ന ഉദാഹരണം പറഞ്ഞു. ചോദ്യം ഉണ്ടാക്കുന്ന സമയത്ത് വെർബിനെ പിരിച്ചെഴുതിയിട്ട് ഓക്സിലറി വെർബ് ആദ്യം കൊണ്ടുവരുന്നു. ഓക്കെ, എന്നാൽ നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കുകയാണെങ്കിലോ he wears new dress every day എന്ന് പറയാം. ഇതില് സബ്ജക്ട് ഹി എന്നുള്ളത് സബ്ജക്റ്റ് ആണ്. വെയേഴ്സ് എന്നുള്ള വെർബിന്റെ ഒന്നാമത്തെ രൂപത്തിന്റെ കൂടെ എസ് ചേർത്തു. ഇതോടുകൂടി നമുക്ക് ഏത് ടെൻസ് ആണ് കിട്ടി. ഇത് ഏത് ടെൻസ് ആണ്? വെർബിന്റെ ഒന്നാമത്തെ രൂപം മാത്രമാണെങ്കിലും വെർബിന്റെ ഒന്നാമത്തെ രൂപത്തിന്റെ കൂടെ എസ്ഒ ഇഎസ്ഒ ഉണ്ടെങ്കിലും അത് എന്തായിരിക്കും? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. വെറും വെർബിന്റെ ഒന്നാമത്തെ രൂപം ആണെങ്കിലും വെർബിന്റെ ഒന്നാമത്തെ രൂപത്തിന്റെ കൂടെ എസ്ഒ ഇഎസ്ഒ ഉണ്ടെങ്കിലും അത് എന്ത് ടെൻസ് ആയിരിക്കും?
സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഇവിടെ വെർബിന്റെ ഒന്നാമത്തെ രൂപത്തിന്റെ കൂടെ ഒരു എസ് കണ്ടു. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം എന്താണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് വെർബിന്റെ കൂടെ എസ് ഉണ്ടെങ്കിൽ, എസ്ഒ ഇഎസ്ഒ ഉണ്ടെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. വെർബിന്റെ ഒന്നാമത്തെ രൂപം മാത്രമാണ് ഒരു പിന്നെ വെർബിന്റെ ഒന്നാമത്തെ രൂപം ആണ് ഒരു സെന്റൻസിൽ ഉള്ളത് എങ്കിലും അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് സിമ്പിൾ പ്രസന്റിനെ ഐഡന്റിഫൈ ചെയ്യാം. ഒന്ന് വെർബിന്റെ ഒന്നാമത്തെ രൂപമാണോ നോക്കുക, അത് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. രണ്ടാമത്തത് വെർബിന്റെ കൂടെ എസ്ഒ ഇഎസ്ഒ ഉണ്ടെങ്കിൽ അതും സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്താണ് ഈ വെയേഴ്സ് ന്യൂ ഡ്രസ് എവറി ഡേ എന്ന് പറഞ്ഞപ്പോ നമുക്ക് വെയേഴ്സ് എന്നുള്ള വെർബ് നോക്കിയപ്പോൾ സിമ്പിൾ പ്രസന്റ് ആണെന്ന് കിട്ടി. പിന്നെ സിമ്പിൾ പ്രസന്റിൽ രണ്ട് ഓക്സിലറി വെർബ് വരുള്ളൂ. അത് ഒന്ന് ഡു ആണ്, രണ്ടാമത്തത് ഡസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ വെർബിന്റെ കൂടെ എസ് ഉള്ളപ്പോൾ നമുക്ക് മനസ്സിലായി അതിൽ ഡസ് ആണ് ഉള്ളത്. ഓക്കെ, ഇനി ഇതിന്റെ അർത്ഥം നോക്കൂ. ഹി വെയേഴ്സ് ന്യൂ ഡ്രസ് എവറി ഡേ എന്നാണ്. അയാൾ സ്ഥിരമായി പുതിയ ഡ്രസ്സ് ധരിക്കാറുണ്ട്. അയാൾ സ്ഥിരമായി പുതിയ ഡ്രസ്സ് ധരിക്കാറുണ്ട്. ഇതിന്റെ പിന്നെ ഇത് എങ്ങനെ നെഗറ്റീവ് ആക്കാം? അയാൾ സ്ഥിരമായി പുതിയ ഡ്രസ്സ് ധരിക്കാറില്ല എന്നാണ്. വേണ്ടേ? അയാൾ സ്ഥിരമായി പുതിയ ഡ്രസ്സ് ധരിക്കാറില്ല എന്നാണ്. അതെങ്ങനെയാക്കുക? അപ്പൊ വെയേഴ്സ് എന്നുള്ളതിനെ നമ്മൾ തിരിച്ചെഴുതണം. വെയേഴ്സ് എന്നുള്ളതിൽ ഓൾറെഡി എന്താണുള്ളത്? ഡ്രസ് ആണുള്ളത്. പ്ലസ് വെയർ എന്നുള്ളതുണ്ട് അല്ലെ? വെയർ എന്നുള്ള മെയിൻ പിന്നെ V1 ഉണ്ട്. പിന്നെ നെഗറ്റീവ് ആക്കണമെങ്കിൽ ഒരു നോട്ട് ഇതിൽ ചേർക്കും വേണം. നെഗറ്റീവ് ആക്കുമ്പോൾ ഒരു നോട്ട് ചേർക്കണം. എങ്ങനെയാണെന്ന് നെഗറ്റീവ് ആക്കി എഴുതുക? ഈ ഡസിന്റെ ഡസ് പ്ലസ് നോട്ട് എന്താണ്? ചുരുക്കിയിട്ട് എഴുതുമ്പോൾ ഡസിന്റെ എന്ന് കൊടുക്കുക. ഈ ഡസിന്റെ വെയർ ന്യൂ ഡ്രസ് every day. He doesn't wear new dress every day. ഓക്കെ, അപ്പൊ അവിടെ doesn't wear. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടില്ലേ പിരിച്ച് എഴുതിയത് doesn't wear. doesn't വിത്ത് wear എന്നുള്ളത് വെർബിന്റെ ഒന്നാമത്തെ. അങ്ങനെ പിരിച്ചു. ഇനി മറ്റൊരു സെന്റൻസ് നോക്കൂ നിങ്ങൾ. I love India. I love India എന്ന് കൊടുക്കുക. അതിൽ സബ്ജക്റ്റ് ഐ ആണ്. സബ്ജക്റ്റ് ലവ് എന്നുള്ളത് വെർബിന്റെ ഒന്നാമത്തെ രൂപമാണ്. ഓക്കെ, അപ്പൊ അവിടെ ലവ് എന്നുള്ളത് വെർബിന്റെ ഒന്നാമത്തെ രൂപമായ സമയത്ത് നമുക്ക് മനസ്സിലായി ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഈ ഇതിനെ പിരിച്ചെഴുതുമ്പോ ഡു പ്ലസ് ലവ് എന്ന് എഴുതണം. ഡു പ്ലസ് ലവ് എന്ന് എഴുതണം. ഇതിനെ ഒരു നെഗറ്റീവ് സെന്റൻസ് ആക്കുക എങ്ങനെയാണ്? ഞാൻ ഇന്ത്യ എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാം. പിന്നെ പാകിസ്ഥാനാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ പാകിസ്ഥാനെ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. ഓക്കെ, ഞാൻ പാകിസ്ഥാനെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം? ഓക്കെ, അപ്പൊ അവിടെ ഡു പ്ലസ് ലവ് എന്നുള്ളതിന് പകരം ഡൂന്റെ കൂടെ നോട്ട് ചേർക്കാം. എന്താണ്? ഐ ഡോണ്ട് ലവ് പാകിസ്ഥാൻ. ഓക്കെ, ഐ ഡോണ്ട് ലവ് പാകിസ്ഥാൻ. അപ്പൊ അവിടെ എന്താണ്? ഡൂന്റെ കൂടെ നമ്മൾ നോട്ട്, അതായത് ഇവിടെ നോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നേരെ ലവിന്റെ കൂടെ കൂട്ടാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ഈ ഡു പ്ലസ് ലവ് അതിനെ പിരിച്ചെഴുതി അതിന്റെ ഓക്സിലറി വെർബായ ഡൂവിന്റെ കൂടെയാണ് നമ്മൾ നോട്ട് ചേർത്തത്. അപ്പൊ അങ്ങനെയാണ് ഐ ഡോണ്ട് ലവ് പാകിസ്ഥാൻ എന്ന് കിട്ടിയത്. ഓക്കെ, അപ്പൊ അങ്ങനെ രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓക്സിലറി വെർബിനെ തിരിച്ചെഴുതുന്നത്. ഒന്ന് പിന്നെ ഇത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, രണ്ടാമത്തത് ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആക്കാം. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓക്സിലറി വെർബിനെ തിരിച്ചെഴുതുന്നത്. അപ്പൊ ഓക്സിലറി വെർബ് രണ്ട് ഓക്സിലറി വെർബാണ് ഇതിലുള്ളത്. ഒന്ന് ഡു ആണ്, രണ്ടാമത്തത് ഡസ് ആണ്. ഡു ഉപയോഗിക്കുന്നത് നമുക്കറിയാം. ഐ യു ദേ വി എന്നുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ വെർബിന്റെ കൂടെ, അതായത് വെർബിന്റെ ഒന്നാമത്തെ രൂപമാണ് ഉപയോഗിക്കുക. ആ ഒന്നാമത്തെ രൂപത്തിന്റെ കൂടെ എന്തുണ്ടാവും? ഡു ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ കണ്ടോളണമെന്നില്ല. രണ്ടാമത്തത് ഡസ് ആണ്. ഈ ഡസ് ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? ഐ യു ദേ വി എന്ന സബ്ജക്റ്റ് അല്ലാതെ സിംഗുലർ
അല്ലാത്ത സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ മാത്രം. അയ്യോ ദേവി എന്നുള്ളത് സിംഗുലറോ പ്ലൂറലോ നോക്കാൻ നമ്മൾ നിൽക്കണ്ട. അയ്യോ ദേവി എന്നുള്ളതിന് മാറ്റി വെക്കുക. ഓക്കെ, അതല്ലാത്ത സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ മാത്രം വെർബിന്റെ കൂടെ എന്ത് ചേർക്കണം? എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കണം. ഓക്കെ, പിന്നെ യെസ്. അപ്പൊ അതായത് വെർബിന്റെ കൂടെ ഡസ് ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആയോ? ഹലോ, മനസ്സിലാവുന്നുണ്ട് സർ. അപ്പൊ ഇനി ഇതൊന്ന് റിവൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ അടുത്തേക്ക് പോട്ടെ? ക്ലിയർ ആണ്. ഓക്കെ, അടുത്ത കാര്യങ്ങൾ പറയാം. നമ്മളിപ്പോ ഇംഗ്ലീഷുകാരായാലും പെട്ടെന്ന് മനസ്സിലാവും, മറ്റത് വീണ്ടും വീണ്ടും പറയേണ്ടി വരും. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. അതിന്റെ ഓക്സിലറി വെർബ് ഡു ഓർ ഡസ് ആണ്. വെർബായിട്ട് ഉപയോഗിക്കുന്നത് V1 അല്ലെങ്കിൽ V1ന്റെ കൂടെ SO ESO ഉപയോഗിക്കുന്നു. ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. ഇനി ഇതിൽ പറയാൻ പോകുന്ന കാര്യം എവിടെയാണ്, ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യമുള്ളത്, നമ്മൾ നോക്കേണ്ടതും അതാണ്. എവിടെയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്? ഒരു 5-6 സ്ഥലത്ത് നമ്മൾ സ്ഥിരമായി സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത് നോക്കാം. ഒന്ന് നമുക്കറിയാം, ഡെയിലി റൂട്ടീൻ അല്ലെ? ഡെയിലി റൂട്ടീൻ. ഉദാഹരണത്തിന് വി ഡ്രിങ്ക് കോഫി എവ്രി ഡേ. വി ഡ്രിങ്ക് കോഫി എവ്രി ഡേ എന്ന് പറയാം. അവിടെ വി എന്നുള്ളത് സബ്ജക്റ്റ് ആണ്, ഡ്രിങ്ക് എന്നുള്ളത് V1. അപ്പം തന്നെ മനസ്സിലായി സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. V1 ഉണ്ട് എന്ന് വെച്ചിട്ട് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിക്കോളുന്നില്ല. മറ്റു ഓക്സിലറി വെർബ് ഇതിന്റെ കൂടെ ഉണ്ടാവരുത് കേട്ടോ. മറ്റു ഓക്സിലറി വെർബ് വില്ലോ ശാലോ ഒക്കെ ഉപയോഗിച്ചിട്ട് V1 കഴിക്കാൻ അത് സിമ്പിൾ പ്രസന്റ് ആവും. വെറും വെർബ് മാത്രം, അതിന്റെ കൂടെ മറ്റൊന്നുമില്ല, അത് V1 മാത്രമാണെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ആണ്. അതുപോലെ വെർബിന്റെ കൂടെ SO ESO ഉണ്ടെങ്കിൽ അതും സിമ്പിൾ പ്രസന്റ്. അപ്പൊ വി ഡ്രിങ്ക് കോഫി എവറി ഡേ, ഇതെന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ ആദ്യത്തെ ഉപയോഗം കിട്ടി, ഡെയിലി റൂട്ടീൻ, ഞങ്ങൾ എന്നും ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഡെയിലി റൂട്ടീന്റെ കൂടെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നു. രണ്ടാമത്തത് പ്രോവർബിന്റെ കൂടെ നമ്മൾ എന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. പ്രോവർബ്, ഉദാഹരണത്തിന് ബാർക്കിംഗ് ഡോഗ് seldom bites. ഇവിടെ നമുക്ക് ബൈറ്റ് ആണോ ബൈറ്റ്സ്, സെൽഡം ബൈറ്റ് ആണോ ബൈറ്റ്സ് ആണ്, എന്താ അവിടെ ചേർക്കുക? പറഞ്ഞോളൂ, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇവിടെ ബൈറ്റ് ആണോ ബൈറ്റ്സ് ആണോ ചേർക്കുക എന്നുള്ളത് ആർക്കും പറയാം? ബൈറ്റ്സ് അതൊന്നും ഉറപ്പിക്കാൻ പറ്റുമോ? വർക്കിംഗ് ഡോഗ് സിംഗുലർ അല്ലേ? യെസ്, വെരി ഗുഡ്. അതാണ് ഇവിടെ ഡോഗ് മാത്രല്ലേ. അപ്പൊ ഡോഗ് എന്ന് പറഞ്ഞാൽ സിംഗുലർ അല്ലേ. അപ്പൊ ഇവിടെ ബൈറ്റ്സ് ഇവിടെയും സിംഗുലർ ആക്കണം. അപ്പൊ വെർബിന്റെ കൂടെ SO ESO ചേർന്ന് കഴിഞ്ഞാൽ അത് സിംഗുലർ ആയിരിക്കും. വെർബിന്റെ കൂടെ SO ESO ചേർന്നാൽ അത് സിംഗുലർ ആയിരിക്കും. വെർബിന്റെ കൂടെ V1 മാത്രമാണെങ്കിൽ അത് പ്ലൂറൽ ആണ്. നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഓക്സിലറി വെർബ് നോക്കൂ നിങ്ങൾ. ഈസ്, ഡസ്, ഹാസ്, വാസ്, പിന്നെ സ്പീക്സ് അല്ലെ? ഇതിലൊക്കെ അവസാനിക്കുന്നത് എസ് ആണ്. എസ് അല്ലെ? ഈ എസ് കൊണ്ട് അവസാനിക്കുന്ന വെർബുകൾ മൊത്തം എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. നമ്മൾ പുസ്തകത്തിൽ കാണൂല, ഞാൻ നോട്ട് ചെയ്ത ഒരു കാര്യമാണ്. അതായത് എസ് കൊണ്ട് അവസാനിക്കുന്ന വെർബുകളൊക്കെ സിംഗുലർ ആണ്. ഇവിടെ ഈസ്,
വാസ്, ഈസ്, വാസ്, ഹാസ്, ഡസ്, സ്പീക്സ്. സ്പീക്സ് എന്ന് പറഞ്ഞാൽ വെർബാണ്. വെർബിന്റെ കൂടെ നമ്മൾ ഒരു എസ് ചേർക്കും, അപ്പൊ സിംഗുലർ. ഓക്കെ, അപ്പൊ സിംഗുലർ വെർബിനെ സിംഗുലർ ആക്കാൻ ഒരു എസ് ചേർക്കും, അല്ലെങ്കിൽ ഇ എസ് ചേർക്കും. ഓക്കെ, അപ്പൊ അവിടെ ഡോഗ് എന്നുള്ളത് സിംഗുലർ ആണ്, അപ്പൊ നമ്മൾ ഈ വെർബിനെ സിംഗുലർ ആക്കണം, അവിടെ എസ് ചേർക്കും. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ ഉപയോഗമാണ് പ്രോവർബ്. പ്രോവർബുകളിൽ നമ്മൾ സാധാരണയായിട്ട് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. പ്രോവർബുകളിൽ സാധാരണയായി സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ഒന്ന് ഡെയിലി റൂട്ടീൻ, രണ്ടാമത്തത് പ്രോവർബ്. ഇനി മൂന്നാമത്തെ കാര്യം പറയാം. മൂന്നാമത്തത് നാച്ചുറൽ ട്രൂത്ത്. നാച്ചുറൽ അല്ലെങ്കിൽ യൂണിവേഴ്സൽ, അല്ലെ? യൂണിവേഴ്സൽ ട്രൂത്ത്. യൂണിവേഴ്സൽ ട്രൂത്ത്. ഉദാഹരണത്തിന് the sun rises in the east. The sun rises in the east. The sun എന്നുള്ളത് സബ്ജക്റ്റ് ആണ്. rises എന്നുള്ളത് rise പ്ലസ് എസ് ആണ്. എസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, വെർബിന്റെ കൂടെ എസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും. അതിലുള്ള ഓക്സിലറി വെർബ് ഡസ് ആയിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ the sun rises in the east. അപ്പൊ ഒരു നാച്ചുറൽ ട്രൂത്ത് ആണ്. അപ്പൊ ഇത്തരം നാച്ചുറൽ ട്രൂത്തിനെ നമുക്ക് എന്താ പറയാം, സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. നാലാമതായിട്ട് ബ്രോഡ്കാസ്റ്റ്, കമന്ററി. ഓക്കെ, ഇത്തരം ഇതിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ബ്രോഡ്കാസ്റ്റ്, കമന്ററി, ഇതിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് ക്രിക്കറ്റ് ബ്രോഡ്കാസ്റ്റ് ഒക്കെ അല്ലേ, ക്രിക്കറ്റ് കമന്ററി ഒക്കെ രവിശാസ്ത്രി ഒക്കെ പറയുന്നു. ഉദാഹരണത്തിന് ഗംഭീർ, ഓക്കെ, ഗൗതം ഗംഭീർ, അല്ലെങ്കിൽ വേറെ വിരാട് കോഹ്ലി ആയിക്കോട്ടെ, കോഹ്ലി takes the ball, അല്ലെങ്കിൽ catches the ball. കോഹ്ലി catches the ball. അപ്പൊ അവിടെ കോഹ്ലി സബ്ജക്റ്റ് ആണ്, സിംഗുലർ ആണ്. catches എന്നുള്ളത് വെർബിന്റെ കൂടെ എസ് ഇ എസ് ചേർക്കും. catches എന്നുള്ളത് വെർബിന്റെ കൂടെ ഇ എസ് ചേർക്കും. അപ്പൊ അങ്ങനെ നമുക്ക് എന്താണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാം. ബ്രോഡ്കാസ്റ്റ്, കമന്ററി, ഇതിലും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. വേറെ എവിടെ നമ്മൾ ഉപയോഗിക്കാം? അപ്പൊ 4 കാര്യങ്ങൾ പറഞ്ഞു. ന്യൂസിലതല്ലേ വരിക? ന്യൂസ് ഹെഡ്ലൈൻസിലൊക്കെ നമ്മൾ പിന്നെ എന്താണ് നമ്മള് പിന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. മറ്റൊന്ന് ഞാൻ പറയാം, അഞ്ചാമത്തത് സയന്റിഫിക് ട്രൂത്ത്. എന്താ സയന്റിഫിക് ട്രൂത്ത്?